എപ്പിസോഡ് തുടക്കത്തിൽ തളർന്നില്ലെങ്കിൽ വഴികൾ തുറക്കപ്പെടുമെന്ന യാമിയുടെ കഥ കേട്ട് തന്റെ എതിരാളിയായ യൂനോയെ മനസ്സിൽ വെല്ലുവിളിക്കുകയാണ് ആസ്ത. തീർച്ചയായിട്ടും അവനെ ഞാൻ മറികടക്കും എന്ന് ആസ്ത പറയുന്ന സമയത്താണ് അവരുടെ ഡോറിൽ ആരോ മുട്ടുന്നത്. ഡോർ തുറക്കാൻ പോകുന്ന മാഗ്നയെ അടിച്ച് തെറിപ്പിച്ച് ആരവാകത്തോട്ട് വരുന്നു. മുൻപത്തെ ക്യാപ്റ്റൻ ഫഗോലിയന്റെ സിസ്റ്റർ ആയിരുന്നു അത്. ഹേയ്, എന്താ ഇവിടെ നടക്കുന്നേ? ക്രിംസൺ ലയൺസിന്റെ ക്യാപ്റ്റൻ എന്താ ഇവിടെ കാര്യം? അതെ, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ആസ്ത അവരോട് ചോദിക്കുന്നു. ഇത് കേട്ട് മെറിലിയോണ അവന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ യാമി കാണുന്നത് ലേഡി മെറിലിയോണ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഹേയ് മക്കളെ, എല്ലാവരും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങി ഓടിക്കോ. ഇതോ ഒരു വന്യമൃഗം നമ്മുടെ ഹൈഡൌട്ട് കീഴടക്കിയിരിക്കുന്നു. നിങ്ങളെങ്ങാനും പിടിക്കപ്പെട്ട മരണത്തോടായിരിക്കും നിങ്ങളുടെ കളി. ഇത് കേട്ട് മെറിലിയോണ യാമിയുടെ മണ്ട കിട്ടുന്നു കൊടുക്കുന്നു. ഹേയ്, മിണ്ടാതെ ഇത് പിടിക്കുക. പരിക്ക് പറ്റി കിടക്കുന്ന ഫഗോലിയനെ സന്ദർശിച്ചതിന് എന്റെ വക ഒരു ഗിഫ്റ്റ്. ഓ, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ നിന്നെ പോലെ ഒരു വന്യമൃഗം ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് ആപത്താ. ഹേയ്, ഇനി നീ വാ തുറന്ന കൊന്നു കളയും നിന്നെ. ഹേയ്, ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്ന് ഒരാളെ കൊല്ലാൻ പാടില്ല. എന്നാ നീ വായ അടക്ക. ഹേയ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. എനിക്ക് തമാശ ഇഷ്ടമല്ല. അപ്പോഴാണ് വെനസ ആ കാര്യം ചോദിക്കുന്നത്. ക്യാപ്റ്റൻ, ഈ ഡ്രിങ്ക്സ് ഞാൻ എടുത്തോട്ടെ? ഓ, പോരെ കത്തുമ്പോ തന്നെ വാഴ വെട്ടണോ അല്ലേ? ഹേയ്, ക്യാപ്റ്റൻ യാമിയെ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാനായിരിക്കുമെന്ന്. ഇത് കേട്ട് മെറിലിയോണ ആസ്തയെയും നോയലിനെയും ലക്കിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. ഹേയ്, എന്നെ വീണ്ടും ആ നരകത്തിലോട്ടാണോ കൊണ്ടുപോകുന്നേ? അതെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ ഇവിടെ വെറുതെ വിട്. ഞാനൊരു ഫൈറ്റിന് പോവാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് എന്നെ വീണ്ടും സ്ട്രോങ് ആക്കി മാറ്റും. ഹേയ് ക്യാപ്റ്റൻ, ഞങ്ങളെ പിടിച്ചോണ്ട് പോകുന്നത് നിങ്ങൾ നോക്കി നിൽക്കുവാണോ? അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും, അതാ നിങ്ങളെ പിടിച്ചോണ്ട് പോകുന്നേ. പ്രത്യേകിച്ച് ലക്ക്, നിനക്ക് അങ്ങനെ തന്നെ വേണം. റോയൽ നൈറ്റ് സെലക്ഷൻ ടെസ്റ്റിൽ പാസ്സായവരെ മാത്രമാണ് ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കേട്ട് മാഗ്നയുടെ കിളി മൊത്തമായിട്ട് പോകുന്നു. എന്ത്, റോയൽ നൈറ്റോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാസ്സായോ? ഞാനൊരു പക്ഷേ ടൂർണമെന്റ് വിജയിച്ചു കാണില്ലായിരിക്കാം, പക്ഷേ യൂനോ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല. വിസാർഡ് കിങ് ആവാനുള്ള ഞങ്ങളുടെ ഈ ഓട്ടത്തിൽ എനിക്ക് അവനുമായി ഒരേ സ്റ്റേജിൽ യുദ്ധം ചെയ്യാം. സോ അവർ ആഗ്രഹിച്ചതുപോലെ എക്സാമിൽ ഇപ്പൊ അവർ പാസ്സായിരിക്കുന്നു. അവരുടെ മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഹേയ് വെയിറ്റ്, ഒരു ബ്ലാക്ക് ബുൾ മെമ്പർ കൂടി ഇതിൽ പാസ് ആയിട്ടുണ്ട്. ഇത് കേട്ട് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്ത്, ഒരാള് കൂടിയോ? അത് ഞാനായിരിക്കും. ഞാനാ. ഹേയ്, അവനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഹേയ്, ഞാൻ ഇവിടെയുണ്ട്. ഞാനാണ് മാഗ്ന സിംഗ്, ബ്ലാക്ക് ബുള്ളിലെ ഒരു മെമ്പറാ. മിണ്ടാണ്ടിരിക്കുക, നീ അല്ലാതെ. ഇത് കേട്ട് മാഗ്ന ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഹേയ് മാഗ്ന, ഞാനൊരു റോയൽ നൈറ്റ്സ് ആയി മാറി ഇനി ഒരുപാട് ശക്തനാവാൻ പോവാ. ഇനി നീ എനിക്ക് പറ്റിയ ഒരു എതിരാളിയാവുമെന്ന് തോന്നുന്നില്ല. ഹേയ് ലക്ക്, വേണ്ട. ഞാൻ അത് കേട്ടു. എത്ര വീണാലും ഞാൻ എഴുന്നേറ്റുകൊണ്ടേയിരിക്കും. നീ തിരിച്ചു വരുമ്പോ എന്നെയും എന്റെ മാജിക്കിനെയും പേടിക്കാതെ നോക്കിക്കോ. ഹേയ് വെനസ, എനിക്ക് ഇനി ഒരുപാട് സ്ട്രോങ് ആയി മാറണം. അതിന് നീ എന്നെ സഹായിക്കണം. ഓ ശരി, നിന്നെ പോലൊരു ചെറിയ കള്ളനെ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം. ഹേയ്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കള്ളനല്ല. പിന്നെ നീ പോയതുപോലെ തന്നെ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം, മനസ്സിലായോ? തീർച്ചയായിട്ടും. ഗായ്സ്, നിങ്ങളും. യാ, ഓഫ് കോഴ്സ്. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും അവരെ യാത്രയാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റോയൽ നൈറ്റിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സെർമണിയാണ്. ആ എക്സാമിൽ പാസ്സായവരെയും തോറ്റുപോയവരിൽ നിന്നും നന്നായി പെർഫോം ചെയ്തവരെയെല്ലാം അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഗോൾഡൻ ടൗണിൽ നിന്നും യൂനോ, മെമോസ, ഹാമോൺ, ലൂണറ്റ്സ് ഇവർ 4 പേരുമാണ് പാസ്സായിരിക്കുന്നത്. ബ്ലാക്ക് ബുൾസിൽ നിന്നും നോയൽ, ലക്ക് ആൻഡ് ആസ്ത. എങ്ങനെയുണ്ട് യൂനോ? ഞാനൊരു പൊടിയായി ഇവിടെ മാറിയില്ല. എത്രയൊക്കെ തെറിച്ചു പോയാലും ഞാൻ തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും തെറിച്ചു വീഴും. അങ്ങനെ അവർ 2 പേരും അടികൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹേയ് ആസ്ത, വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് മിമോസ് അവനോട് പറയുന്നത്. ഹേയ്, ഇനി ഇവിടെ എന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനാണ് മെറിലിയോണ വെർമിലിയൻ, ദ ക്യാപ്റ്റൻ ഓഫ് ദ റോയൽ നൈറ്റ്. എന്ത്, റോയൽ നൈറ്റിന്റെ ഇൻചാർജ് ഫഗോലിയന്റെ സിസ്റ്ററോ? ഹേയ്, നിങ്ങൾക്കൊന്നും അത്ഭുതം തോന്നുന്നില്ലേ? ഈ ജോലി ഞങ്ങളുടെ ക്യാപ്റ്റൻ വാഞ്ചൻസിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് അവർ റോയൽ ക്യാപിറ്റലിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ കമാൻഡിങ് കൊടുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഇവർ തന്നെയായിരിക്കും ഇത് ചെയ്യേണ്ടത്. ഹേയ്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോ പറയണം എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് മെറിലിയോണ. ഇവിടെ നിൽക്കുന്ന 16 പേരും റോയൽ നൈറ്റ് സെലക്ഷനിൽ പങ്കെടുത്തവരാണ്. നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ ഇല്ലാതാക്കുന്നത് വരെ നിങ്ങളെ നയിക്കുന്നത് ഞാനായിരിക്കും. അപ്പോഴാണ് മെറിലിയോണ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവരിൽ ഒരാൾ ഇപ്പോ മിസ്സിംഗ് ആണ്. ലേറ്റ് ആവുന്നത് തമാശയാണെന്ന് കരുതുന്നുണ്ടോ? ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി, സോറി ഗൈസ് എന്നൊരാൾ പറയുന്നു. ഇത് കേട്ട് മെറിലിയോണ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. തന്റെ മാജിക് ഉപയോഗിച്ച് ആ അറ്റാക്ക് അവർക്ക് നേരെ തന്നെ പറഞ്ഞു വിടുവാണ്. എന്നാൽ അതുകൊണ്ട് അവർക്കൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. സോ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സോറയായിരുന്നു. ഇതൊരു തമാശയാണെന്ന് നീ വിചാരിച്ചല്ലേ?
സോ ബ്ലാക്ക് ബുൾസിന്റെ റോബിട്ട് അങ്ങോട്ട് വന്ന സോറയെ കണ്ട് ഞെട്ടുവാണ് ആസ്ത. ഹേയ്, അത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? പറയടാ, അത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാനിപ്പോ പറയാം. ഞാനും ബ്ലാക്ക് ബുള്ളിലെ ഒരു മെമ്പറാ. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കടന്നുപോയ നാളുകളുടെ ആ കൈപ്പേറിയ ഓർമ്മകൾ. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാജിക് നൈറ്റ്സിനെ എനിക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വന്നു. എന്ത്? നീ മാജിക് നൈറ്റ്സിനെ അറ്റാക്ക് ചെയ്തെന്നോ? മിണ്ടാണ്ടിരിക്കുക. എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു ദിവസം മാജിക് നൈറ്റ്സിനെ എല്ലാം അടിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ എന്റെ മുൻപിലോട്ട് വരുന്നത്. സോ സോറ എതിർക്കുന്ന മാജിക് നൈറ്റ്സ് ഒന്നും യഥാർത്ഥ മാജിക് നൈറ്റ്സ് ആവാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് ക്യാപ്റ്റൻ യാമയ്ക്ക് മനസ്സിലാകുന്നു. എനിക്ക് നിന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഇത് വെച്ചോ. നിനക്കിത് ആവശ്യമില്ലെങ്കിൽ നീ അത് വലിച്ചെറിഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബുൾസിന്റെ ഒരു റോബ് എടുത്തു കൊടുക്കുവാണ് ക്യാപ്റ്റൻ യാമി. ഹേയ്, വെറുതെ എന്നെ കളിയാക്കരുത് മാജിക് നൈറ്റ്. ഞാൻ മറ്റുള്ളവരുടെ റോബ് എടുത്തിടുന്നത് പോലെയല്ല ഇത്. കണ്ണിൽ കാണുന്നവർക്കൊക്കെ വീതിച്ചു കൊടുക്കാനുള്ള ഒരു സാധനവുമല്ല ഇത്. ഓ, അപ്പൊ നിനക്ക് അതറിയാമല്ലേ? നിനക്ക് എപ്പോഴെങ്കിലും ഇത് ധരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നീ മുന്നോട്ട് പോകണം. സോ അവന്റെ അകത്തൊരു മാജിക് നൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ യാമി ബാക്ക് ഡോർ വഴി തന്റെ സ്ക്വാഡിലോട്ട് അവനെ ക്ഷണിക്കുന്നു. എന്ത് ബാക്ക് ഡോറോ? ഹേയ് സെറിക്സ്, നീ വെറുതെ തമാശ കളിക്കരുത് എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ആസ്ത. എന്ന് ഇത് കേട്ട് നോയൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. കാരണം അവളെ ഇതുപോലെ ബാക്ക് ഡോർ വഴി സ്ക്വാഡിലോട്ട് കൊണ്ടുവന്നതാണ്. ഹേയ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പേര് സെറിക്സ് എന്നല്ല, സോറ ഐഡിയാലെ. ഇപ്പൊ നിങ്ങളുടെ ജൂനിയർ ആയി മാറിയിരിക്കുന്നു. എന്ത് ഡോറയോ? അന്ന് കണ്ടപ്പോ നീ അതല്ലല്ലോ പറഞ്ഞേ. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു നീ ഒരു ഉഡായിപ്പാണെന്ന്. ഓ, അതിനെ പറ്റിയാണ് ഞാൻ നിന്നോട് പറയാൻ ശ്രമിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കും മണ്ട. ഇന്ന് ഞാൻ യഥാർത്ഥ മാജിക് നൈറ്റിന്റെ സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു സൂപ്പർ മാജായി മാറിയിരിക്കും. ഹേയ്, നിങ്ങൾ 4 പേരും എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നേ എന്ന് വിളിച്ചു ചോദിക്കുകയാണ് മെറിലിയോണ. നോക്കുന്ന സമയത്ത് മറ്റ് മാജിക് നൈറ്റ്സിനെ ഒന്നും അവിടെ കാണാനില്ല. എല്ലാവരും ഇത് എവിടെ പോയി? റോയൽ നൈറ്റിന്റെ പുതിയ കോസ്റ്റ്യൂം ധരിക്കാൻ അവരെപ്പോഴോ ഇവിടെ നിന്നും പോയി. എന്ത്? റോയൽ നൈറ്റിന് വേണ്ടി പ്രത്യേക യൂണിഫോം ഒക്കെ ഉണ്ടോ? ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിനെ എതിർക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു റോബാണത്. അതുപയോഗിച്ച് മാജിക് അറ്റാക്സിനെ മാക്സിമം തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ വെറുതെ സമയം കളയാതെ പെട്ടെന്ന് പോയി റെഡിയാവ്. അപ്പോഴാണ് റോയൽ നൈറ്റിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത തന്റെ പുതിയ റോബോട്ട് കൊണ്ട് യോനോ അങ്ങോട്ട് വരുന്നത്. എന്നെങ്കിലും എന്നെ കമ്പയർ ചെയ്യുമെന്ന് നീ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മൾ രണ്ടുപേരും ഒരേ റോബ് ധരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ കഴിവും എന്റെ മാജിക് അബിലിറ്റി ഉപയോഗിച്ച് അടുത്ത വിസാർ കിങ് എന്ന സ്ഥാനം ഞാൻ ഏറ്റെടുക്കും. ഇല്ല, അത് ഞാനായിരിക്കും എന്ന് പറയുവാണ് ആസ്ത. സോ തങ്ങളുടെ പുതിയ റോബ് ധരിച്ച് എല്ലാ മാജിക് നൈറ്റ്സും അങ്ങോട്ട് വരുന്നു. തങ്ങൾക്ക് കിട്ടിയ ആ പുതിയ റോബിൽ എല്ലാവരും വളരെയധികം സന്തുഷ്ടരായിരുന്നു. എന്ന ആസ്തയ്ക്ക് മാത്രം ഒരു സന്തോഷവുമില്ല. നോക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ അത്രയും വലിപ്പമില്ല ആസ്തയുടെ റോബിന്. ഇതെന്താ ഇങ്ങനെ? അത് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തൽക്കാലം നീ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് മെറിലിയോൺ അവനോട് പറയുന്നു. നിങ്ങളെ കൂടാതെ പുറത്തു നിന്നുള്ള കുറച്ച് മാജിക് നൈറ്റ്സിനെ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു പക്ഷേ സെലക്ഷൻ ടെസ്റ്റിൽ പങ്കെടുത്ത് കാണില്ല. പക്ഷെ യുദ്ധത്തിൽ ഇവരുടെ സഹായം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഷെറിൻ ടീം ആൻഡ് കോർബ് പോർപോർട്ട്. ഷെറിന്റെ സ്റ്റോൺ ക്രിയേഷൻ മാജിക് ഉപയോഗിച്ച് ശത്രുവിന്റെ ഒളിത്താവളത്തിന്റെ 3D ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോബ് എക്കാലത്തും സുലഭമായ സ്പേഷ്യൽ മാജിക് ആണ് ഉപയോഗിക്കുന്നത്. ഫിൻഡ്രൽ ഇപ്പോഴും ചികിത്സയിലായതുകൊണ്ടാണ് കോബിനോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരാൾ, നോസൽ സെൽവ, ക്യാപ്റ്റൻ ഓഫ് ദ സിൽവർ ഈഗിൾസ്. ഇത് കണ്ട് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സിൽവർ ഈഗിൾസിന്റെ ക്യാപ്റ്റന്റെ കൂടെ ഒരു സ്ക്വാഡ് മേറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരില്ലെന്നാ ഞാൻ വിചാരിച്ചേ. മജസ്റ്റിയുടെ കമാൻഡ് ആണ് ഇത്, അതുകൊണ്ടാ വന്നേ. സോ ഈ കാണുന്ന നമ്മളെല്ലാവരും ചേർന്നതാണ് റോയൽ നൈറ്റ് എന്ന് വിളിച്ചു പറയുവാണ് മെറിലിയോണ. എന്ന സെലക്ഷൻ ടെസ്റ്റിൽ പങ്കെടുക്കാത്ത നോസിൽ അതിലൊരു അംഗമായി മാറിയത് റില്ലിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇത് ശരിക്കും ചീറ്റിംഗാ എന്ന് അവൻ വിളിച്ചു പറയുന്നു. ഒരു ക്യാപ്റ്റനായ നീ എന്തിനാ ആ സെലക്ഷൻ ടെസ്റ്റിൽ പങ്കെടുത്തേ? അതിൽ പങ്കെടുക്കാതെ എനിക്ക് ഇതിന്റെ അകത്ത് കയറാൻ സാധിക്കുമായിരുന്നു. അപ്പോഴാണ് ക്ലോവർ കിൻഡത്തിന്റെ രാജാവ് അങ്ങോട്ട് വരുന്നത്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ശത്രുവാണ്. അതുകൊണ്ട് തന്നെ മാജിക് നൈറ്റ് ക്യാപ്റ്റന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് റോയൽ മാജിക് നൈറ്റ്സ്. ഹേയ്, ഇതാണ് രാജാവ് അഗസ്റ്റീസ് കിര, ക്ലോവർ കിൻഡത്തിന്റെ 13ാമത്തെ രാജാവ് എന്ന് പറഞ്ഞ അലറുവാണ് മെറിലിയോണ. അവളുടെ ശബ്ദം കേട്ട് രാജാവ് വരെ പേടിച്ചു പോയി. എന്റെ മുഴുവൻ പേരും വിളിക്കുന്നവർ വളരെയധികം അപൂർവമാ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. രാജകുടുംബത്തിന്റെ ഈ പേര് ഇല്ലാതാക്കരുത്. നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിജയം മാത്രമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പും ക്ലോവർ കിൻഡത്തിന്റെ ശത്രുവുമാണ്. സ്വന്തം കൈകൊണ്ട് അതിനെ വേരോടെ നശിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ രാജ്യം ഒരിക്കലും സമാധാനപരമായിരിക്കില്ല. അന്ന് റോയൽ ക്യാപിറ്റലിൽ പ്രതീക്ഷിക്കാതെ അവരെ ആക്രമണം നടത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് അവരെ എതിർക്കാൻ സാധിച്ചു. പക്ഷെ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. വെറും ഫൂളായിട്ടുള്ള ഫെഗോലിയൻ എന്ന എന്റെ ബ്രദർ അവരുടെ ഇരയായി.
അന്ന് നമ്മൾ പിടിച്ചുവെച്ച അവരുടെ മെമ്പേഴ്സിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. 4 ലീവ്സ് ക്ലോവർ കൈവശമുള്ള ലിച്ച് എന്ന മാജാണ് അവരുടെ നേതാവ്. അവരിൽ ഏറ്റവും ശക്തമായ 3 പേരെ അവർ വിളിക്കുന്ന പേരാണ് ദ തേർഡ് ഐ. അവരുടെ പ്ലാൻ പ്രകാരമുള്ള എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി മാജിക് സ്റ്റോൺസ് എന്ന് പറയുന്ന കുറച്ച് കല്ലുകൾ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപയോഗിച്ച് അവർ അവരുടെ യഥാർത്ഥ രൂപത്തിൽ ഒരുപാട് പവർഫുൾ ആയിട്ട് പുനർജനിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കണ്ടുപിടിക്കാൻ വെറും 3 കല്ലുകൾ മാത്രമേ അവർക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിൽ 2 എണ്ണം ആൾറെഡി നമ്മുടെ കയ്യിലാണ്. അതിലെ ഒരു സ്റ്റോൺ എടുക്കാൻ വേണ്ടി അണ്ടർ വാട്ടർ വില്ലേജിലോട്ട് വന്ന ദ തേർഡ് ഐയിലെ ഒരു മാജ് വെട്ടോ എന്നായിരുന്നു അവന്റെ പേര്. ബീസ്റ്റ് മാജിക് ഉപയോഗിക്കുന്ന അവനെ അതിസാഹസികമായി നമ്മൾ കീഴ്പ്പെടുത്തി. പിന്നീടുണ്ടായ ഒരു ഫൈറ്റിൽ അതിലെ മറ്റൊരു മെമ്പറായ ഫാനയെയും അവളുടെ സ്പിരിറ്റ് മാജിക് ആയ സലമാൻഡറിനെയും നമ്മൾ ഇല്ലാതാക്കി. ഇനി അതിൽ അവശേഷിക്കുന്നത് കോപ്പി മാജിക് ഉപയോഗിക്കുന്ന ഒരേ ഒരു മാജ് മാത്രമാണ്. അവന്റെ പേരാണ് റായ. ഈ റേയും ലിച്ചുമാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മേജേഴ്സ് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. അവരുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഡിഫൻസിനെ നമ്മൾ അറ്റാക്ക് ചെയ്താൽ അവർ തീർച്ചയായിട്ടും നമ്മളെ എതിർക്കാൻ വരും. ഇതിലൊരു പക്ഷേ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ വിജയം അത് നമുക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ലൈഫ് അതിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ നമ്മൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം. അതിന് കഴിവില്ലാത്ത ഏതെങ്കിലും മണ്ടന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് ഞാൻ അവരെ കൊല്ലും. ആർ യു റെഡി എന്ന ഇത് കേട്ട് വായം പൊളിച്ച് നോക്കി നിൽക്കുവാണ് ദ കിങ്. ഇനി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അത് ശരി, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും പറയാനില്ല. അപ്പോഴാണ് ആസ്ത ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ട് എവിടെയായിട്ട് വരും? ഓ, ഇവനൊരു കോമണർ ആണെങ്കിലും ചോദിച്ചത് നല്ലൊരു ചോദ്യമാ. ഇതിന് ഉത്തരം പറഞ്ഞ് എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. അത് പിന്നെ ഹേയ്, ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. വളരെ ശക്തമായ മാജിക് റീജിയനായ ഗ്രാവിറ്റോ സ്റ്റോൺസ്, അവിടെയുള്ള ഫ്ലോട്ടിംഗ് ഡഞ്ചൻ ആണ് അവരുടെ ഹൈഡൌട്ട്. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അതിനകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ് റയ. ഹേയ്, നാളത്തെ സർമണിക്ക് ശേഷം ലിച്ച് ഒരു മനുഷ്യന്റെ കൂടെ ആയിരിക്കും. സോ വിട്ടുകൊടുക്കാൻ തുടങ്ങേണ്ട സമയമാണിത്. മിണ്ടാണ്ടിരിക്കുക, അതാണ് എന്റെ തീരുമാനം. ഹേയ്, നന്നായിട്ടുണ്ട്. എന്നെ വിവാഹം കഴിച്ചതിന് ശേഷവും ലിച്ച് എല്ലാവരുടെയും സ്വന്തമായിരിക്കും. ഓ, മനുഷ്യ രാജകുമാരിമാർ ശരിക്കും വളരെ ദയവുള്ളവരാ. അതൊരു വേദന മാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലവും ബാക്കിയുണ്ടാകില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് പാട്രിക് അറിയാം. ഹേയ് ലിച്ച്, ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നീ ഒരു ഫാദർ ആവാൻ പോവാ. ആ ഫീൽ എങ്ങനെയുണ്ട്? ആ എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ആ കുട്ടി ജനിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഈ കുട്ടിയാണ് നമ്മുടെ ഫ്യൂച്ചർ. എൽഫും മനുഷ്യനും തമ്മിലുള്ള പാലം എന്ന് ലിച്ച് അവരോട് പറയുന്നു. എന്ന ഇതേ സമയം കരഞ്ഞുകൊണ്ടിരിക്കുവാണ് റായ. ഓ, അതൊരു സ്വപ്നമായിരുന്നു. ശരി, എഴുന്നേക്കാൻ സമയമായി.